സാധകരോടുള്ള അഭ്യർത്ഥന. ഈ വീഡിയോ അല്പം നീളമുള്ളതായിരിക്കും, കാരണം ഇതിൽ ഞാൻ നൽകുന്ന വിവരങ്ങൾ വളരെ സൂക്ഷ്മമാണ്. പഠനത്തിലോ ജോലിയിലോ വലിയ ഏകാഗ്രത, ഫോക്കസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു ഹഠയോഗ സാധന വേറെയില്ല. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അസാധ്യമായ പല സിദ്ധികളും കൈവരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ ജോലിയിൽ ഏകാഗ്രത കിട്ടാത്ത ഒരാളാണെങ്കിൽ, ത്രാടകം നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ചിന്തകൾ പല വഴിക്കായി ചിതറിപ്പോകുന്നത് നിർത്താൻ ഇതിലൂടെ സാധിക്കും. മനസ്സിനെ ഒരു പോയിന്റിൽ നിർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ ത്രാടകത്തിലൂടെ അത് സാധ്യമാകും. മനസ്സ് നിശ്ചലമാകുമ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തി, ഇന്റലിജൻസ് 10 മടങ്ങ് വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ഇതിനേക്കാൾ വലിയൊരു ഫോക്കസ് നൽകുന്ന വിദ്യ വേറെയില്ല. നമ്മൾ ഇനി സാധനയുടെ പ്രായോഗിക വശങ്ങളിലേക്ക് കടക്കുകയാണ്. ത്രാടകം എന്നാൽ കേവലം നോക്കിയിരിക്കുക എന്നല്ല. ഇത് നമ്മുടെ ബാഹ്യ നോട്ടത്തെയും എക്സ്റ്റേണൽ വിഷൻ, ആന്തരിക ദൃഷ്ടിയെയും ഇന്റേണൽ വിഷൻ ഒന്നിപ്പിക്കലാണ്. ഇതിനായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ പ്രധാനമാണ്. അധികം വെളിച്ചമില്ലാത്ത എന്നാൽ വായു സഞ്ചാരമുള്ള ഒരു മുറി തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഇരിക്കുമ്പോൾ ആരും വന്ന് ശല്യപ്പെടുത്തില്ല എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ശരീരത്തിന്റെ ഇരിപ്പ്, പോസ്ചർ സുഖകരമായിരിക്കണമെന്നാൽ നട്ടെല്ല് വളയരുത്. നട്ടെല്ല് വളഞ്ഞാൽ നിങ്ങളുടെ ഊർജ്ജപ്രവാഹം തടസ്സപ്പെടും. എന്തിനാണ് നമ്മൾ ഒരു ബിന്ദുവിൽ തന്നെ നോക്കുന്നത്? നമ്മുടെ കണ്ണുകൾ ചലിക്കുന്നത് നിൽക്കുമ്പോൾ മനസ്സിന്റെ ചിന്തകളും താനേ നിൽക്കാൻ തുടങ്ങും എന്നതാണ് ഇതിന്റെ ശാസ്ത്രം. നമ്മുടെ കണ്ണുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിനും ഓടേണ്ടി വരും. അതുകൊണ്ട് നോട്ടം ഒരിടത്തുറപ്പിക്കുമ്പോൾ മനസ്സ് പതുക്കെ അടങ്ങാൻ തുടങ്ങുന്നു. ഇത് പരിശീലിക്കുമ്പോൾ ആദ്യത്തെ കുറച്ചു ദിവസം മനസ്സ് കൂടുതൽ വാശി കാണിക്കും പല വിചാരങ്ങളും ഉള്ളിലേക്ക് തള്ളിക്കയറും. പക്ഷേ നിങ്ങൾ പതറാതെ ആ ബിന്ദുവിൽ തന്നെ ശ്രദ്ധിക്കുക. തുടക്കക്കാർക്കായി ഞാൻ നിർദ്ദേശിക്കുന്നത് ബിന്ദു ത്രാടകമാണ്. ഒരു വെള്ളക്കടലാസിൽ കറുത്ത മഷി കൊണ്ട് ഒരു ബിന്ദു വരയ്ക്കുക. ഇത് നിങ്ങളുടെ ആത്മാവിനെ ദർശിക്കാനുള്ള ആദ്യ പടിയാണ്. ബിന്ദുവിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ അസ്വസ്ഥതകളും ആ കറുത്ത ബിന്ദുവാൽ വലിച്ചെടുക്കപ്പെടുന്നത് സങ്കൽപ്പിക്കുക. ഇതോടെ നമ്മൾ ഇതിന്റെ ശരിയായ പ്രാക്ടിക്കൽ രീതിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി അടുത്ത ഭാഗത്ത് ഇതെങ്ങനെ കൃത്യമായി കണ്ണും ബിന്ദുവും തമ്മിൽ ക്രമീകരിക്കണമെന്ന് ഞാൻ പറയാം. നിങ്ങൾ ബിന്ദു ത്രാടകം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ബിന്ദുവിന്റെ സ്ഥാനമാണ്. ബിന്ദു നിങ്ങളുടെ കണ്ണിന് കൃത്യം നേരെ ഐ ലെവൽ ആയിരിക്കണം. ഒട്ടും ഉയരാനോ താഴാനോ പാടില്ല. തല അല്പം പോലും ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യാതെ നോട്ടം ബിന്ദുവിലെത്തണം. നിങ്ങൾ ചുവരിൽ ബിന്ദു പതിപ്പിക്കുമ്പോൾ അത് കണ്ണിന് സമാന്തരമാണോ എന്ന് പലതവണ ഉറപ്പുവരുത്തുക. ഈ ചെറിയ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന് വേദനയോ കഴുത്തിന് ആയാസമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി ആ ബിന്ദുവിലേക്ക് നോക്കുക. ബിന്ദുവിന്റെ കൃത്യം നടുവിലുള്ള ഭാഗത്ത് വേണം നിങ്ങളുടെ ശ്രദ്ധയെത്താൻ. നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കരുത്. കണ്ണ് ചിമ്മാതിരിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും. കണ്ണ് പുകയും, അല്ലെങ്കിൽ വെള്ളം വരും. വെള്ളം വരികയാണെങ്കിൽ അത് തുടയ്ക്കരുത്തത് ഒഴുകിപ്പോകട്ടെ. അത് നിങ്ങളുടെ കണ്ണിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണുകൾക്ക് കൂടുതൽ അസ്വസ്ഥത തോന്നിയാൽ പതുക്കെ കണ്ണടയ്ക്കുക. കുറച്ചുനേരം കണ്ണടച്ചിരുന്ന ശേഷം വീണ്ടും തുടങ്ങുക. നിർബന്ധിച്ച് കണ്ണ് തുറന്നു പിടിക്കരുത്. കുറച്ചുനേരം നോക്കിയിരിക്കുമ്പോൾ ആ കറുത്ത ബിന്ദുവിന് ചുറ്റും ഒരു പ്രകാശവലയം രൂപപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നീലയോ മഞ്ഞയോ നിറങ്ങൾ ബിന്ദുവിന് ചുറ്റും ദൃശ്യമാകും. ഇത് നിങ്ങളുടെ ഏകാഗ്രത കൂടുന്നതിന്റെ അടയാളമാണ്. ഈ സമയത്ത് മനസ്സ് അത്ഭുതപ്പെട്ട് നോട്ടം തെറ്റിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ശാന്തനായി തുടരുക. ആ കാണുന്ന പ്രകാശം നിങ്ങളുടെ ആന്തരിക ഊർജത്തിന്റെ പ്രതിഫലനമാണ്. ബിന്ദു മറയുന്നതായി തോന്നിയാലും നോട്ടം അവിടെ തന്നെ ഉറപ്പിക്കുക. പതുക്കെ പതുക്കെ ബാഹ്യമായ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാതാകും. ചുറ്റുമുള്ള ലോകം ഇല്ലാതാകുന്നതായി നിങ്ങൾക്ക് തോന്നും. ഇതിനെയാണ് യഥാർത്ഥ ഏകാഗ്രത എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരുതരം നിശബ്ദത അനുഭവപ്പെടും. ആ സമയത്ത് നിങ്ങൾക്കും ആ ബിന്ദുവിനുമിടയിൽ മറ്റൊരു ചിന്തയുമുണ്ടാകരുത്. ഈ അവസ്ഥയിലെത്തുമ്പോഴാണ് നിങ്ങളുടെ സൂക്ഷ്മ ശരീരം ഉണരാൻ തുടങ്ങുന്നത്. ഈ നിശബ്ദതയാണ് ത്രാടകത്തിന്റെ ഏറ്റവും വലിയ വിജയം. ഈ മൗനം എത്രത്തോളം നീണ്ടുനിൽക്കുന്നുവോ അത്രത്തോളം സിദ്ധികൾ നിങ്ങളിലേക്ക് വരും. ത്രാടകത്തിലൂടെ എങ്ങനെയാണ് ഒരാൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
നമ്മുടെ ശരീരത്തിൽ 2 തരം ശരീരങ്ങളുണ്ട്. ഒന്ന് ഈ കാണുന്ന സ്ഥൂല ശരീരം, ഫിസിക്കൽ ബോഡി. മറ്റൊന്ന് കാരണശരീരം അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം, സബ്ട്ടിൽ ബോഡി. നിങ്ങൾ ഒരു ബിന്ദുവിൽ നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ ബാഹ്യമായ നോട്ടം അവസാനിക്കുകയും ആന്തരികമായ നോട്ടം തുടങ്ങുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിനെ ഒരു ബിന്ദുവിൽ തളച്ചിടുമ്പോൾ നിങ്ങളുടെ സൂക്ഷ്മ ശരീരം ഉണരാൻ തുടങ്ങും. ഈ സൂക്ഷ്മ ശരീരത്തിനാണ് പ്രപഞ്ചത്തിലെ എന്തിനേയും സ്വാധീനിക്കാനുള്ള ശക്തിയുള്ളത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ് ഓടിക്കൊണ്ടിരിക്കും. ഈ ചിന്തകളാണ് നമ്മുടെ ഊർജ്ജത്തെ ചോർത്തിക്കളയുന്നത്. ത്രാടക സാധന ചെയ്യുമ്പോൾ ആ കറുത്ത ബിന്ദുവിലേക്ക് നോക്കുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ നിഷേധാത്മകതയെയും ആ ബിന്ദു വലിച്ചെടുക്കുന്നതായി സങ്കൽപ്പിക്കുക. പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സ് ശൂന്യമാകാൻ തുടങ്ങും. മനസ്സ് എത്രത്തോളം ശൂന്യമാകുന്നുവോ അത്രത്തോളം പോസിറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ത്രാടകത്തിൽ ഭാവന, വിഷ്വലൈസേഷൻ വളരെ പ്രധാനമാണ്. നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നുവോ അത് ആ ബിന്ദുവിൽ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹം സത്യമായി മാറുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ഏകാഗ്രത അത്രത്തോളം ആഴത്തിലുള്ളതാണെങ്കിൽ ആ ഭാവന യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങും. ഇതൊരു അത്ഭുതമല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ ശക്തി പ്രപഞ്ച ഊർജ്ജവുമായി ഒന്നിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് പല മഹർഷിമാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പുകച്ചിൽ അനുഭവപ്പെടും, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ശരീരം വേദനിക്കും. ഇതൊക്കെ നിങ്ങളുടെ പഴയ സംസ്കാരങ്ങൾ പുറത്തുപോകുന്നതിന്റെ അടയാളമാണ്. ഇത്തരം ചെറിയ വേദനകൾ കണ്ട് സാധന ഉപേക്ഷിക്കരുത്. ഈ ഘട്ടം കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശാന്തി അനുഭവപ്പെടൂ. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ത്രാടകം കഴിഞ്ഞാൽ ഉടനെ കണ്ണുകൾ കഴുകണമോ എന്ന്. നിങ്ങൾ ത്രാടകം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തണുത്ത വെള്ളം ഉപയോഗിച്ച് കണ്ണുകൾ കഴുകരുത്. സാധന ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്കും തലയ്ക്കും ഒരു പ്രത്യേക ചൂട്, തെർമൽ എനർജി അനുഭവപ്പെടും. ആ സമയത്ത് പെട്ടെന്ന് തണുത്ത വെള്ളമൊഴിക്കുന്നത് കണ്ണിന്റെ ഞരമ്പുകൾക്ക് നല്ലതല്ല. ചുരുങ്ങിയത് 15 മുതൽ 20 വരെ മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം മാത്രം തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖവും കണ്ണും കഴുകുക. ഇത് നിങ്ങളുടെ കണ്ണുകൾക്ക് കൂടുതൽ തെളിച്ചം നൽകും. ത്രാടകം ചെയ്യുമ്പോൾ മന്ത്രം ജപിക്കാമോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. തീർച്ചയായും ചെയ്യാം. നിങ്ങൾ ഏത് ബിന്ദുവിലാണോ അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ ത്രാടകം ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഇഷ്ടമന്ത്രമോ കാരമോ മനസ്സിൽ ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. ഇത് നിങ്ങളുടെ മനസ്സിനെ വേഗത്തിൽ ഏകാഗ്രമാക്കാൻ സഹായിക്കും. മന്ത്രത്തിന്റെ സ്പന്ദനവും വൈബ്രേഷൻ ത്രാടകത്തിന്റെ ശക്തിയും ഒന്നിക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ പുരോഗതി വേഗത്തിലാകും. ത്രാടകത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് ഒരു വലിയ ജനക്കൂട്ടത്തിന് ഇടയിലിരുന്നുകൊണ്ട് തന്നെ തന്റെ ആത്മീയ ഊർജ്ജം പ്രകടിപ്പിക്കാൻ സാധിക്കും. പലർക്കും ഇടയിലിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ഏകാഗ്രത നിലനിർത്താൻ സാധിക്കണം. മറ്റുള്ളവരുടെ നോട്ടം നിങ്ങളെ ബാധിക്കാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ വളരും. ഇതൊരു വലിയ സിദ്ധിയാണ്. ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ നോട്ടം കൊണ്ട് അവരിൽ ഒരു സ്വാധീനം ചെലുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ബ്രഹ്മചര്യം. ത്രാടകവും ബ്രഹ്മചര്യവും തമ്മിൽ വേർപിരിക്കാനാവാത്ത ബന്ധമാണുള്ളത്. നിങ്ങൾ എത്രത്തോളം ത്രാടകം ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഊർജ്ജം മുകളിലേക്ക് ഉയരണം, ഊർധ്വരേത്ത. ലൈംഗിക ഊർജ്ജത്തെ ഒട്ടും പാഴാക്കാതെ സൂക്ഷിക്കുന്നവന് മാത്രമേ ത്രാടകത്തിന്റെ പൂർണ്ണമായ സിദ്ധി കൈവരിക്കാൻ സാധിക്കൂ. ത്രാടക സാധനയിൽ ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ ബ്രഹ്മചര്യം പാലിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട്. നമ്മുടെ ശരീരത്തിലെ വീര്യം, ശുക്ലം സംരക്ഷിക്കപ്പെടുമ്പോൾ അത് ഓജസ്സായി മാറുന്നു. ഈ ഓജസ്സാണ് നിങ്ങളുടെ കണ്ണുകളിൽ കാന്തിയായും വശീകരണ ശക്തിയായും പ്രതിഫലിക്കുന്നത്. ബ്രഹ്മചര്യം പാലിക്കാത്ത ഒരാൾക്ക് ത്രാടകം ചെയ്താലും കണ്ണുകളിൽ ആ പ്രത്യേക തേജസ് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് സാധകർ ഈ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ത്രാടക ശക്തി വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് പശുക്കൾ, പക്ഷികൾ തുടങ്ങിയ ജീവികളെപ്പോലും നിങ്ങളുടെ നോട്ടം കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും. നിങ്ങൾ അവയെ നോക്കുമ്പോൾ അവ നിങ്ങളുടെ ആജ്ഞ അനുസരിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണിത്, ഒരിക്കലും വിനോദത്തിനു വേണ്ടിയോ ആ ജീവികളെ ഉപദ്രവിക്കാനോ ഉപയോഗിക്കരുത്. പ്രകൃതി തന്ന ഈ ശക്തി ദുരുപയോഗം ചെയ്താൽ അത് നിങ്ങളുടെ സാധനയെ ദോഷകരമായി ബാധിക്കും. ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ ഒരു കാരണവശാലും ത്രാടക സാധന ചെയ്യരുത്. ത്രാടകം ചെയ്യുമ്പോൾ ശരീരത്തിൽ വളരെയധികം ഊർജ്ജവും ഉഷ്ണവും ചൂടുത്പാദിപ്പിക്കപ്പെടുന്നു. ഇത് ഗർഭസ്ഥ ശിശുവിനെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് അത്തരം അവസ്ഥകളിൽ ഇതൊഴിവാക്കുക. അതുപോലെ തന്നെ രാത്രി വൈകി ഉറക്കമൊഴിഞ്ഞ് ഇത് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം. നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് കാമവിചാരങ്ങളാണ്. ത്രാടകത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ഒരു ബിന്ദുവിൽ ഉറപ്പിക്കുമ്പോൾ ആ ലൈംഗിക ഊർജത്തെ ആത്മീയ ഊർജമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സ് ശാന്തമാകുമ്പോൾ കാമവാസനകൾ താനേ നിയന്ത്രണത്തിലാകും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സമൂഹത്തിന് മുന്നിലോ മറ്റോ പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം നിങ്ങളുടെ ത്രാടക ശക്തിയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. നിങ്ങൾ ത്രാടക സാധനയിൽ മുന്നേറുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ശക്തി വരും. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് നിങ്ങളുടെ വാക്കുകൾ തള്ളിക്കളയാൻ തോന്നില്ല. നിങ്ങളുടെ കണ്ണുകളിൽ ഒരു വശീകരണ കാന്തിക ശക്തി, മാഗ്നറ്റിക് പവർ ഉണ്ടാകും. ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് അവരുടെ ആഴത്തിലുള്ള മനസ്സിൽ പോയി പതിക്കും. ഇതുകൊണ്ടാണ് ത്രാടക സാധകർക്ക് ജനക്കൂട്ടത്തെപ്പോലും നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത്. അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ബിന്ദുവിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആ ബിന്ദു പതുക്കെ ഇല്ലാതാകുന്നത് നിങ്ങൾ കാണും. അവിടെ വെറും ശൂന്യതയോ അല്ലെങ്കിൽ വെളുത്ത പ്രകാശമോ മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ശരീരം അവിടെയുണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ പൂർണ്ണമായും ആ ബിന്ദുവിൽ ലയിച്ചു ചേരും. ഈ ശൂന്യതയാണ് നിങ്ങളുടെ വിജയത്തിന്റെ അടയാളം. പലരും ചോദിക്കുന്നു, എനിക്ക് എന്നായിരിക്കും സിദ്ധികൾ കിട്ടുക എന്ന്. ഓർക്കുക, ത്രാടകം ഒരു കച്ചവടമല്ല. നിങ്ങൾ ഇത്ര ദിവസം ചെയ്താൽ ഇത്ര സിദ്ധി കിട്ടും എന്ന് പറയാൻ കഴിയില്ല. ഇതൊരു തപസ്യയാണ്. നിങ്ങളുടെ മനസ്സ് എപ്പോൾ പൂർണ്ണമായും നിശ്ചലമാകുന്നുവോ അപ്പോൾ മാത്രമേ പ്രകൃതി അതിന്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരൂ. അതുകൊണ്ട് ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ സാധനയിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ കണ്ണുകൾ അടച്ചാലും തുറന്നാലും ആ ബിന്ദുവിനെ കാണാൻ കഴിയുന്ന ഒരവസ്ഥ വരും. അടച്ച കണ്ണിനുള്ളിൽ ആ വെളിച്ചം കാണാൻ തുടങ്ങുന്നത് നിങ്ങളുടെ ദിവ്യദൃഷ്ടി, തേർഡ് ഐ, ഉണരുന്നതിന്റെ ആദ്യത്തെ ലക്ഷണമാണ്. ഈ ഘട്ടത്തിലെത്തിയാൽ നിങ്ങൾ ലോകത്തെ കാണുന്ന രീതി തന്നെ മാറും. സൂക്ഷ്മ ശരീരം വികസിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശേഷി ലഭിക്കൂ. വെറുതെ കുറച്ചു ദിവസം കണ്ണും തുറന്നിരുന്നാൽ സിദ്ധികൾ കിട്ടില്ല. നിങ്ങളുടെ ഉള്ളിലെ സൂക്ഷ്മമായ ഊർജം ഉണരണം. ആ ഊർജം ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ തുടങ്ങും. പക്ഷേ ഇത് സിദ്ധികൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കുള്ളതാണ്. പലരും സാധന പാതിവഴിയിൽ ഉപേക്ഷിക്കും. കാരണം മനസ്സ് പലതരം വിഭ്രാന്തികൾ കാണിക്കും. പേടി തോന്നും, അല്ലെങ്കിൽ ബോറടിക്കും. എന്നാൽ ഇതൊക്കെ മനസ്സിന്റെ കളികളാണ്. ഈ തടസ്സങ്ങളെ മറികടക്കുന്നവന് മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയൂ. നിരന്തരമായ അഭ്യാസം, പ്രാക്ടീസ് മാത്രമാണ് ഇതിനുള്ള ഒരേയൊരു വഴി. നിങ്ങൾ നീലപ്രകാശം ബ്ലൂറേ കണ്ടു തുടങ്ങുകയും അത് സ്ഥിരമാവുകയും ചെയ്താൽ അതിനുശേഷം 2-3 മാസം കൂടി കഠിനമായി പരിശീലിക്കുക. ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സിലെ ചിന്തകൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും. അടുത്ത അധ്യായം, അതിൽ ജ്യോതി ത്രാടകം. ദൈവം ചിത്രത്തിൽ ത്രാടകം. ത്രാടകം ഓം. കണ്ണാടിയിൽ ത്രാടകം, മരത്തിൽ ത്രാടകം, ചന്ദ്രനിൽ ത്രാടകം, നക്ഷത്രത്തിൽ ത്രാടകം, സൂര്യനിൽ ത്രാടകം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാം. SMS മെഡിറ്റേഷൻ വീഡിയോയിൽ ചെയ്യുന്നത് അതാണ്. നേരിട്ട് സൂര്യനിലും മൂണിലും സ്റ്റാറിലും ചെയ്താൽ പിന്നീട് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സാവധാനം അതിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. ധ്യാനത്തിലേക്ക് കടക്കാൻ ത്രാടകം ഒരു വലിയ വാതിലാണ്.